വയനാട് മേപ്പാടി എരുമക്കൊല്ലിയിൽ അറുമുഖനെ കൊന്നിടത്ത് വീണ്ടും കാട്ടാന എത്തി. ആനയെ വനപാലകരെത്തി തുരത്തി വനമേഖലയിലേക്ക് കയറ്റിവിട്ടു. RRT സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. വയനാട്ടിൽ നിന്ന് സുർജിത്ത്, ഇതിലൊരു പ്രദേശവാസിയെ ആന ആക്രമിക്കാൻ ഒരുങ്ങുകയും അയാൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും ഒക്കെ ചെയ്തല്ലോ ഇന്ന്. എന്താണ് അവിടുത്തെ ഏറ്റവും പുതിയ സാഹചര്യം? വിജയകുമാർ, ചിക്കു എന്ന സുജിത്താണ് കാട്ടാനയെ കണ്ടത്. ഇതിനുശേഷം ഈ കാട്ടാന താഴെയുള്ള കർപ്പൂരക്കാട് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തേക്ക് ഇറങ്ങി വന്നു. ജനവാസ മേഖലയാണ്. ആ മേഖലയിൽ ആന ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് വനപാലകരെ വിവരം അറിയിച്ചു. അതായത് ഇന്നലെ ഈ മരണം നടന്ന ആ പ്രദേശമുണ്ട്. ആ പ്രദേശത്തിന്റെ ഏതാണ്ട് ഒരു 2 കിലോമീറ്ററോളം താഴെയാണ് ഇത്. ഇതെല്ലാം തന്നെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ പ്രദേശമാണ്. ചമ്പ്രമലയുടെ താഴെയുള്ള പ്രദേശമാണ് ഇതെല്ലാം തന്നെ. ധാരാളം തേയിലത്തോട്ടങ്ങളുണ്ട്. ആ തേയിലത്തോട്ടങ്ങൾക്കടുത്ത് ജനവാസ കേന്ദ്രങ്ങളുമുണ്ട്. ഇത്തരം വീടുകൾക്ക് അടുത്തേക്കാണ് ഈ ആന എത്തുന്നത്. ഈ ആന സുജിത്ത് എന്നയാളാണ് ഈ ആനയെ കണ്ടിട്ടുള്ളത്. ഇതേ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരം അറിയിച്ചു. ഇതനുസരിച്ച് RRT സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഈ ആളുകളോട് പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ അടുപ്പിക്കാത്ത വിധത്തിലുള്ള ഇടപെടലാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. കാരണം അത് അവരുടെ സുരക്ഷയെ കൂടി കരുതിക്കൊണ്ട് തന്നെയാണ് ആ ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ആന അട്ടക്കാട് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ആന കയറി പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അതായത് വനമേഖലയിലേക്ക് ആന കടന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നലെ ഈ സംഭവം ഉണ്ടായ അതേ സമയത്ത് തന്നെയാണ് ഈ കാട്ടാന ഇറങ്ങി വന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ നാളെ കുങ്കിയാന ഉൾപ്പെടെയുള്ളവയെ ഉപയോഗിച്ചുകൊണ്ട് ഒരു തെരച്ചിൽ, ഒപ്പം തന്നെ കാട്ടാനയെ കൂടുതൽ ഉൾവനത്തിലേക്ക് തുരത്താനുള്ള നടപടി, അത്തരം കാര്യങ്ങളിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. അതേസമയം മരിച്ച അറുമുഖന്റെ കുടുംബത്തിന് ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ DFO അജിത് കെ രാമൻ നേരിട്ടെത്തി കൈമാറുന്ന നടപടിയും പൂർത്തിയായിട്ടുണ്ട്. വിക്രം, ഉണ്ണികൃഷ്ണൻ എന്നീ 2 കൊമ്പന്മാരെ കുങ്കിയാനകളെ എത്തിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ. അതിന്റെ നേതൃത്വം, അതിനെ കൂടി വെച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലും, ഒപ്പം തന്നെ ഇതിനെ കൂടുതൽ ഉൾവനങ്ങളിലേക്ക് തുരത്തുക എന്നുള്ള തരത്തിലുള്ള ദൗത്യമാണ് വനംവകുപ്പ് നടപ്പിലാക്കാൻ പോകുന്നത്. വിജയകുമാർ. യെസ്, ആനയെ വനപാലകരെത്തി തുരത്തിയിട്ടുണ്ട്. വനമേഖലയിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. RRT സംഘം മേഖലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും അവിടുത്തെ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്, ഭയമുണ്ട്.